ചരിത്രപരമായും സാംസ്കാരികപരമായും ശ്രദ്ധേയമായ ഗ്രാമമാണ് കടമ്പഴിപ്പുറം. ഈ ഗ്രാമത്തിന്റെ പ്രധാന ആകർഷണം വള്ളുവനാടൻ ശൈലി നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമീണ ജനത തന്നെയാണ്. കാലങ്ങളായിട്ടുള്ള പൈതൃകം നിലനിർത്തുന്നതിലും പുരോഗമനപരമായ ജനതയെ വാർത്തെടുക്കുന്നതിലും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. പശ്ചാത്തല മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് പഞ്ചായത്ത് കൈവരിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട റോഡുകളായ മുണ്ടൂർ തൂത റോഡ്, കടമ്പഴിപ്പുറം വേട്ടേക്കര കടമ്പൂർ റോഡ്, കൊട്ടശ്ശേരി ഉമ്മനഴി മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡ്, ശ്രീകൃഷ്ണപുരം പുലാപ്പറ്റ കല്ലടിക്കോട് റോഡ് എന്നീ റോഡുകൾ ഈ പഞ്ചായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പഞ്ചായത്തിലുള്ള പാലത്തറ ആലങ്ങാട് കൂനമുട്ടി റോഡ്, വായില്യാംകുന്ന് മണ്ടഴി എന്നീ റോഡുകൾ റീടാറിംഗ് ഉൾപ്പെടെയുള്ള പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കടമ്പഴിപ്പുറം കടമ്പൂർ റോഡ് മോശമായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ 2 കൊല്ലത്തിന് ശേഷം MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് റോഡ് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഈ റോഡ് വളരെ ചെറിയൊരു റോഡായിരുന്നു. അത് ഒരു 2-2.5 വർഷത്തിന് മുന്നേ ധീരജവാൻ രാധാകൃഷ്ണൻ്റെ പേരിൽ ഞങ്ങൾക്ക് അതിലേക്ക് നല്ല ടാറൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ 9-ാം വാർഡിൽ ഞാൻ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഇതിലെ വാഹനങ്ങൾ വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ ബാങ്കിൻ്റെ അവിടെ നിന്ന് ചെഞ്ചൂരിൽ വരെ 30 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് പണി നടന്നു കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഗതാഗത യോഗ്യം ആയതിന് അടിസ്ഥാനത്തിൽ തന്നെ സ്ഥലത്തിന് വില കൂടി. ഇവിടെ നേരത്തെ വല്ലാതെ ചളിയും ഒരു വണ്ടി വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു റോഡായിരുന്നു ഇത്. ഇപ്പോൾ നിങ്ങൾ ഇത് ഇട്ട് തന്നത് ഏറ്റവും വലിയ ഉപകാരമാണ്. അതിന് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ഞങ്ങളെല്ലാവരും. കേരളത്തിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും ജൽജീവൻ പദ്ധതിയിലൂടെ കുടിവെള്ളം എത്തിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലും എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിയിട്ടുണ്ട്. കൂടാതെ എല്ലാ പൊതു കുടിവെള്ള സ്രോതസ്സുകളും സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. ഇപ്പോൾ എന്നിട്ട് അങ്ങനെ നീലാല വെള്ളം ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് 2 നേരം ഞങ്ങൾക്ക് കുടിവെള്ളമുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് നീലാല കുടിവെള്ള പദ്ധതി വെള്ളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. ഞങ്ങളിവിടെ 10-15 കൂട്ടർ വെള്ളം എടുക്കുന്നുണ്ട്. ഈ കിണറ് മുമ്പേ കുറച്ച് ഇതിലായിട്ട് തന്നെ കിടന്നായിരുന്നു. ഇപ്പോൾ ഒക്കെ സൗകര്യപ്പെടുത്തി റിങ് മോള് വരെ ഇട്ടു. വെള്ളമൊക്കെ ഫുള്ള് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിരവധി കർഷകരുള്ള ഈ ഗ്രാമത്തിൽ ജലസ്രോതസ്സുകൾ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രദേശത്തെ പ്രധാനപ്പെട്ട എല്ലാ കുളങ്ങളും പഞ്ചായത്ത് നവീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് നീന്തൽ പരിശീലനം നടത്തുവാൻ കൂടിയുള്ള തരത്തിലാണ് നന്ദികുളത്തിന്റെ നിർമ്മാണം. ഇതുകൂടാതെ ചോലക്കുളം, തേൻകുളം, കുളക്കോട്ടുകുളം എന്നിങ്ങനെയുള്ള കുളങ്ങളുടെ നവീകരണവും പഞ്ചായത്ത് ഇടപെട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. പണ്ട് ഇതേമാതിരി ഒന്നുമല്ല, അത്ര ക്ലീനൊന്നുമല്ല. പായലും കാടുകളൊക്കെ പിടിച്ചാൽ കറക്കുണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് മുൻകൈ എടുക്കാറുണ്ട്. ഇപ്പോൾ ക്ലീനാക്കി, ഇപ്പോൾ ഇതിൽ മീനുകളൊക്കെ ഇട്ടു. ഞങ്ങൾക്ക് ഇവിടെ ഈ ലൈറ്റ് വന്നതിൽ നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. പല സമയത്തും രാത്രികളിൽ ഇറങ്ങാനുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ലാണ്ടായി. ഇവിടെ മൊത്തം ആദ്യം ഇരുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ലൈറ്റ് കത്താൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല വെളിച്ചമായി. പേടിയില്ലാതെ നടക്കാനായി. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ പഞ്ചായത്ത് ഒട്ടും പിറകിലല്ല. നെൽകൃഷി മെച്ചപ്പെടുത്തുന്നതിനായി 2 കോടി രൂപയാണ് ഉപയോഗിച്ചത്. കടമ്പഴിപ്പുറത്ത് വില്ലേജ് 1, വില്ലേജ് 2 എന്ന് പറയുന്ന 2 മേഖലയിലാണ് കൃഷിയുള്ളത്. അപ്പം അതിൽ കൂടുതലായിട്ട് നെൽകൃഷിയും പച്ചക്കറി കൃഷിയുള്ളത് വേട്ടക്കര മുതൽ ഇങ്ങോട്ടുള്ള വില്ലേജ് 1-ലാണ്. അവർക്ക് വേണ്ട പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ധനസഹായങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി മുഖാന്തരം മാർക്കറ്റിംഗ് സപ്പോർട്ടുകളും കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. സബ്സിഡി ആയിട്ട് അവിടുന്ന് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പൈസ ആയിട്ടും കിട്ടുന്നുണ്ട്. പിന്നെ വിത്തുകളും ആയിട്ടും കിട്ടുന്നുണ്ട്. നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏകദേശം ഹെക്ടറിന് 17,000 രൂപയോളം കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണസമിതി ഫണ്ട് വെച്ചുകൊണ്ട് കൃഷിക്കാർക്ക് യഥാസമയം ലഭ്യമാക്കേണ്ട ഇടപെടൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ കൃഷിക്കാർക്ക് അത് ലഭിക്കുകയും അക്കൗണ്ടിലൂടെ ലഭിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം. അതിൻ്റെ ഫലമായി നെൽകൃഷിയിൽ വലിയ തോതിലുള്ള തരിശ് കിടന്ന നെൽപ്പാടങ്ങളടക്കം കൃഷിക്ക് ഉപയുക്തമായിക്കൊണ്ട് വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ ഭരണസമിതിക്ക് ഈ നടപടിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയോടുള്ള പഞ്ചായത്തിന്റെ കരുതൽ ഒട്ടും ചെറുതല്ല. പഞ്ചായത്തിലെ സർക്കാർ ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബും വാട്ടർ ATMുമാണ് പഞ്ചായത്ത് സജ്ജമാക്കിയിരിക്കുന്നത്.
ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൂൺ 2023 ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയാണ്. പ്രധാന നേട്ടങ്ങൾ ISO NQS അംഗീകാരം കൂടാതെ നമുക്ക് കായകൽപ്പ പുരസ്കാരം 4 തവണ നേടിയിട്ടുണ്ട്. കൂടാതെ ഡെൻ്റൽ, ഡിജിറ്റൽ എക്സ്റേ, MLA ഫണ്ട് ഉപയോഗിച്ച് ആംബുലൻസ് സൗകര്യവും ഫിസിയോതെറാപ്പി, പാലിയേറ്റീവ്, പ്രൈമറി, സെക്കൻഡറി യൂണിറ്റുകളും ഇവിടെ സജീവമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അളവിൽ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്ന സജ്ജീകരണമാണ് വാട്ടർ ATM. രോഗികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും മികച്ച ചികിത്സയ്ക്കും സ്വകാര്യ ലാബുകളെ ആശ്രയിക്കാതെ ആശുപത്രിയിൽ തന്നെ ഒരു ലാബ് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫാർമസിയിൽ കൃത്യമായ മരുന്നുകളും ലഭ്യമാക്കുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിനും ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് അത് വീണ്ടെടുക്കാനും ഫിസിയോതെറാപ്പി സൗകര്യവും ആശുപത്രിയിലുണ്ട്. ഗുരുതരമായ രോഗങ്ങളുള്ളവർക്കും അവരുടെ കുടുംബങ്ങൾക്കും സാന്ത്വനമായി പാലിയേറ്റീവ് കെയർ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ബ്ലോക്കിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ആശുപത്രിയായ ഇവിടെ എക്സ്റേയും ഡെൻ്റൽ ക്ലിനിക്കും പ്രവർത്തിച്ചു വരുന്നു. MLAയും ബ്ലോക്ക് പഞ്ചായത്തും ഇടപെട്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ 5 വർഷ കാലയളവിൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഉത്ഭവിച്ച ചികിത്സാ രീതിയാണല്ലോ ആയുർവേദം. കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ ഏക സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയാണ് പുലാപ്പറ്റയിൽ പ്രവർത്തിക്കുന്നത്. ഇക്കഴിഞ്ഞ 5 വർഷ കാലയളവിലാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാവുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഈ ആയുർവേദ ആസ്പത്രി വന്നത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. 6ാം വാർഡിലാണ്. ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്, മരുന്നുകളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഞാനൊക്കെ ഇവിടെ വന്നിട്ട് യോഗയിൽ 1 വർഷം പങ്കെടുത്ത് നല്ല വിജയിച്ചു. ഞങ്ങൾ യോഗയിൽ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ കെട്ടിടം പ്രവർത്തനം മാറ്റി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കരയിനംപാടത്തെ ഭരണസമിതി ഏതാണ്ട് 30 ലക്ഷത്തോളം രൂപയുടെ പ്രവൃത്തികൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു 16 ലക്ഷത്തിൻ്റെ മരുന്ന് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 30 ബെഡ് ആശുപത്രി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മാറാനിരിക്കുകയാണ് ഈ നാട്. പഞ്ചകർമ്മ ചികിത്സാ രീതി ഉൾപ്പെടുത്തി ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് നിലവിൽ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം. പഴയന്നൂര് രജിസ്റ്റർ ഓഫീസിന് സമീപമാണ് നമ്മുടെ ഈ ഹോമിയോ ഡിസ്പെൻസറി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങിയിട്ട് 2012 മുതൽ ഇവിടെ പ്രവർത്തനം നടക്കുന്ന ആണ്. ഈ 5 വർഷത്തിനിടയിൽ നമ്മുടെ കടമ്പഴിപ്പുറം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറിക്ക് ബിൽഡിങ്ങിൻ്റെ ഇതിനും മരുന്നിനുമായിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായി എടുത്തു പറയേണ്ടത്, ഇപ്പോൾ നമ്മുടെ ഡിസ്പെൻസറിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോർ റൂം പണിഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും 1.5 ലക്ഷം രൂപയുടെ മരുന്നുകളാണ് നമ്മുടെ ഡിസ്പെൻസറിക്ക് വേണ്ടി അനുവദിക്കുന്നത്. പ്രതിദിനം ഒരു 40-50 പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നല്ല സ്കൂളിൽ നിന്നാണ് നല്ലൊരു നാടും ഒരു തലമുറയും വളർന്നു വരുന്നത്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഏക സർക്കാർ UP സ്കൂളാണിത്. 1 കോടി രൂപയോളം വരുന്ന കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂളിന്റെ പുതിയ കെട്ടിടം പണി പൂർത്തീകരിച്ചത്. പഞ്ചായത്തുകൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 9 മുറികളുള്ള ക്ലാസ് കെട്ടിടം നിലവിൽ വന്നിരിക്കുകയാണ്. ആ കെട്ടിടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ജോഡി ബെഞ്ചുകളും ഡെസ്കുകളും, അതായത് 93 ജോഡി ബെഞ്ചുകളും ഡെസ്കുകളും ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യുകയുണ്ടായി. സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വിനിയോഗിച്ച് നമ്മുടെ പ്രീ പ്രൈമറി വിഭാഗം നവീകരിക്കുകയുണ്ടായി. പഞ്ചായത്തിലെ LP പ്രീ പ്രൈമറി വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഒരു പരിപാടി കൂടി പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ സാമ്പത്തിക വർഷം നടപ്പാക്കുന്നുണ്ട്. ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നാണ് പുലാപ്പറ്റയിലുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കെട്ടിടങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ ഓപ്പൺ സ്റ്റേജും ലാബും ഉൾപ്പെടെ മികച്ച സൗകര്യങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഫിസിക്സ് ലാബ് പൂർണ്ണ തോതിൽ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. 25 ലക്ഷം രൂപയുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ഇതോടനുബന്ധിച്ച് തന്നെ ഗ്രൗണ്ട് വികസനത്തിന് MLAയുടെ പ്രത്യേക ഇടപെടലിൻ്റെ ഭാഗമായി 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. 5 കോടി ചിലവ് വരുന്ന കിഫ്ബി ബിൽഡിംഗ് നമ്മളെ സ്കൂളിലേക്ക് അനുവദിക്കുകയുണ്ടായി.
പ്രീ പ്രൈമറി കുട്ടികൾക്കായിട്ടുള്ള വർണ്ണ കൂടാരം, വളരെ വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളുടെ മനസ്സിനെ ആകർഷിക്കുന്ന അവർക്കുള്ള കളിസ്ഥലം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വർണ്ണ കൂടാരം ഇവിടെയുണ്ട് തൊട്ടടുത്ത്. പഞ്ചായത്തിലുള്ള അംഗനവാടികളുടെ ഭൗതിക അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 45 ലക്ഷത്തോളം രൂപ ഉപയോഗപ്പെടുത്തിയാണ് നവീകരണങ്ങൾ പൂർത്തീകരിച്ചത്. ഞങ്ങളുടെ ബിൽഡിങ് ഒന്ന് പുതുക്കി പണിതു. സ്റ്റെയർ കേസിന് പിടിയുണ്ടായിരുന്നില്ല, അതൊക്കെ വെച്ച് തന്നു. പെയിൻറ്റിങ് വർക്കുകൾ, മുകൾ ഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ട് ഷീറ്റ് മേഞ്ഞ് തന്നു. അങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഇന്ത്യക്ക് മാതൃകയാക്കാനാകും വിധം കേരളം സൃഷ്ടിച്ച അനേകം ബദലുകളിൽ സാമൂഹിക സേവനത്തിൻ്റെ ഏറ്റവും മാനുഷികമായ ഒന്നാണ് ബഡ്സ് സ്ഥാപനങ്ങൾ. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം ഇവരെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുകയുമാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ ലക്ഷ്യം. നമ്മുടെ സ്ഥാപനത്തിൽ 25ഓളം കുട്ടികൾ ദിവസവും വരുന്നുണ്ട്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം മാത്രമല്ല ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്, അവർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. അതുപോലെ അമ്മമാർക്കുള്ള സ്പെഷ്യൽ കുടുംബശ്രീ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ആ സ്പെഷ്യൽ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് പ്രത്യാശ പദ്ധതി പറഞ്ഞിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ തരുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് ഫിനോയിൽ, മോപ്പ്, മറ്റ് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് രക്ഷിതാക്കൾക്ക് അതൊരു സഹായമായിട്ട് വരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമുക്ക് 4 ചർക്ക തരുന്നുണ്ട്. അതിൽ നിന്ന് ദിവസവും അവർക്ക് തൊഴിൽ വേതനമായിട്ട് അവർ തരുന്ന പ്രൊഡക്റ്റ് നമ്മൾ നൂലാക്കി ഉൽപ്പാദിപ്പിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് എല്ലാ മാസവും അവർക്കൊരു നിശ്ചിത വരുമാനവും ഓണം പോലുള്ള അവസരങ്ങളിൽ അവർക്ക് ഉത്സവബത്തിയും നൽകി വരുന്നുണ്ട്. കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി ഉപകരണങ്ങളും മറ്റു പഠനോപകരണങ്ങളുമായിട്ട് അവർക്ക് വിനിയോഗിച്ച് തന്നിട്ടുണ്ട്. അവർക്ക് ട്രെഡ്മില്ല്, അതുപോലെ തന്നെ ഷോൾഡർ വീല്, അതുപോലെ സ്റ്റാറ്റിക് സൈക്കിള്, സ്പെഡൽ വീല്, അങ്ങനെ ഒട്ടേറെ ഉപകരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു വൈകുന്നേരം വരെ ഇവിടെ പഠനം മാത്രമല്ല അവർക്കുള്ള എക്സസൈസുകളുണ്ട്. പഞ്ചായത്താണ് വാഹനം ഏർപ്പാടാക്കിയിട്ടുള്ളത്. എല്ലാ പരിപാടികൾക്കും വളരെയധികം പിന്തുണയോടുകൂടി പഞ്ചായത്ത് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും നൽകി വരുന്നു. ജയസൂര്യക്ക് സ്കൂളിൽ പോണതല്ല, ബസ് സ്കൂളിൽ പോയി നല്ല കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ നല്ല സഹകരണമുണ്ട്. നല്ല സഹകരണത്തോടു കൂടി ഇപ്പോൾ കുട്ടിക്ക് വളരെ നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റയ്ക്ക് ചെയ്യും. ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ നല്ല താല്പര്യമുണ്ട്. പിന്നെ അവിടുത്തെ കുട്ടികളായിട്ട് നല്ല താല്പര്യം, ടീച്ചർ, ആയമ്മ എല്ലാവരും നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ മകൻ 52 വയസ്സായി. പിന്നെ അവൻ സ്കൂൾ പോകാൻ തുടങ്ങിയ മുതൽക്ക് നല്ല മാറ്റമുണ്ട്. മാലിന്യ സംസ്കരണ മേഖലയെ മികവുറ്റതാക്കാൻ ഹരിതകർമ്മസേന നല്ല തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇതിനായി ഭരണസമിതി 54 മിനി MCFകൾ, 12 ബോട്ടിൽ ബൂത്തുകൾ എന്നിങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി. ഇവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട്. ഒരു വാർഡിൽ 2 അംഗങ്ങളാണുള്ളത്. അങ്ങനെ പഞ്ചായത്തിൽ 36 ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. മാസ്ക്, ഗ്ലൗസ്, കോട്ട്, തൊപ്പി, ഷൂ എല്ലാം ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് വാർഡ് അടിസ്ഥാനത്തിൽ ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന് വണ്ടിയുണ്ട്. അതാത് സമയങ്ങളിൽ ലോഡ് എടുത്തിട്ട് ഞങ്ങളിവിടെ എത്തിക്കാറുണ്ട്. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം കുറയ്ക്കുന്നതിനായി പഞ്ചായത്ത് ഇടപെട്ട് വിവിധ സ്ഥലങ്ങളിലായി 10 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേന പറഞ്ഞാൽ അത് നാടിന് തന്നെ എല്ലാ വീട്ടുകളിലേക്കും, പഞ്ചായത്തിലെ എല്ലാ വീട്ടുകളിലേക്കും നല്ല ഉപകാരപ്രദമാണ്. കാരണം പ്ലാസ്റ്റിക് അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെ പിന്നെ അതിങ്ങനെ ഇവർ ശേഖരിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് തന്നെ ഈ പ്ലാസ്റ്റിക് എന്ത് കൊണ്ടുവന്നു സാധനങ്ങൾ എന്ത് കൊണ്ടുവന്നാലും അതൊക്കെ സൂക്ഷിച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗം, അതേപോലെ മണ്ണിൽ അലക്ഷ്യമായിട്ട് വലിച്ചെറിയൽ, അതൊക്കെ നിൽക്കുക, അതൊക്കെ നാടിൻ്റെ ഒരു വികസന പ്രവർത്തനം എന്ന് പറയാതെ വയ്യ. ഞങ്ങൾക്ക് ആദ്യം ചെറിയൊരു വണ്ടിയാണ് ഉണ്ടായിരുന്നത്. 18 വാർഡ് ഉണ്ടായാൽ 3 MCFകളുണ്ട്, മിനി MCFകൾ. അപ്പോൾ അത് ഓരോ ഭാഗങ്ങളിലും പോയി എടുക്കാനും കൊണ്ടുവരാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ നമുക്കത് അത്ര ബുദ്ധിമുട്ടായി തോന്നിയിരുന്നില്ല. എല്ലാ ആൾക്കാരും സഹകരിച്ചിരുന്നൊന്നുമില്ല. ഇപ്പോൾ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരെയും എല്ലാവരും ഇടപെടലും നല്ലൊരു സഹകരണം ഉണ്ടായത് കാരണം കൊണ്ട് ഇപ്പോൾ കുറേ മാറ്റം വരുന്നുണ്ട്. ചെറിയ വണ്ടി ഞങ്ങൾക്ക് പറ്റാതെ
ഒരു ദിവസം തന്നെ ഒരു 3-4 ട്രിപ്പ് അടിച്ചാൽ പോലും ആ വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ എല്ലാ മാലിന്യങ്ങളും എടുക്കാനും കൂടെ തുടങ്ങിയപ്പോഴേക്കും വണ്ടി കേടുവരാനും എല്ലാം തുടങ്ങിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു വലിയ വണ്ടി ഞങ്ങൾക്ക് ഭരണസമിതി ഏറ്റെടുത്ത് തന്നിട്ടുള്ളത്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 317 കുടുംബശ്രീകളാണ് പ്രവർത്തിക്കുന്നത്. 30 സംരംഭങ്ങളാണ് നിലവിലുള്ളത്. കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങൾ അമൃത ന്യൂട്രിമിക്സ്, അതുപോലെ 2 ജനകീയ ഹോട്ടലുകൾ, ഹരിതകർമ്മസേന നല്ല രീതിയിൽ 18 വാർഡുകളിൽ കൂടി പ്രവർത്തിച്ചു വരുന്നു. 36 പേരോളം അടങ്ങുന്ന ഗ്രൂപ്പാണുള്ളത്. കുടുംബശ്രീ CDSന് എല്ലാവിധ നല്ല സപ്പോർട്ടുകളും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. കുടുംബശ്രീയുടെ കീഴിലാണ് 4 അംഗങ്ങളാണ്. 3 അംഗങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തവരാണ്. ഒരംഗം ഞങ്ങൾ ഡെയിലി വേക്കൻറ്റിന് എടുക്കണ പോലെയാണ് ചെയ്യണം. 3-4 കുടുംബം ഇതിൽ ഈ സംരംഭത്തിൻ്റെ മുകളിൽ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഒരു 120 ചോറ് 130 ചോറിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഒരു ദിവസം പോകാറുണ്ട്. ബഡ്സ് സ്കൂളിലേക്കുള്ള ഫുഡൊക്കെ ഇവിടുന്ന് തന്നെയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. നമ്മളിൽ ആർക്കൊക്കെ അറിയാം ബ്ലോക്കിലെ ഏക അമൃതംപൊടി സപ്ലിമെൻ്റായ ഈ യൂണിറ്റിനെ കുറിച്ച്? ബ്ലോക്കിലെ വിവിധ പ്രദേശങ്ങൾക്കുള്ള അനുപൂരക പോഷകാഹാരം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത്. പവിത്രം യൂണിറ്റ് അമൃതം ഫുഡ് സപ്ലിമെൻറ്റിൻ്റെ ഒരു യൂണിറ്റ് സ്ഥാപനത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത്, പൂക്കോട്ടോ, വെള്ളിനേഴി എന്നീ പഞ്ചായത്തുകളിലായി അമൃതം ഫുഡ് വിതരണം ചെയ്യുന്നുണ്ട്. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വീട്ടിലേക്ക് കൊടുത്തുവിടുന്ന പോഷകാഹാരമാണ്. ശ്രീശ്വരം ബ്ലോക്കിലുള്ള 3 പഞ്ചായത്തുകളിലാണ് ഈ യൂണിറ്റിന് അമൃതം ഫുഡ് വിതരണം ചെയ്യുന്നത്. സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള അഭിമാനത്തിലാണിവർ. ഏത് സമയത്തും യൂണിറ്റിനാവശ്യമായ നിർദ്ദേശങ്ങളും പിന്തുണയും പഞ്ചായത്ത് നൽകി വരുന്നുണ്ട്. തൊഴിലുറപ്പ് പ്രവർത്തകർ വെറും തണലിരിപ്പുകാരല്ല. മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ ഇവർ നടത്തിയിട്ടുള്ളത്. 30ഓളം വരുന്ന കിണറുകളാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ ഇവർ നിർമ്മിച്ചത്. കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു. കുറച്ചൊക്കെ അടി എത്തും തോറും ഞങ്ങൾക്ക് ഉത്സാഹം കൂടി ഞങ്ങൾക്ക് നല്ല എനർജി വന്നു. ഞങ്ങൾ ആ 10ഉം 18ഉം 16ഉം 17ഉം കോലിൽ 6-7 കിണർ ഞങ്ങൾ കുത്തി എടുത്തിട്ടുണ്ട്. തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലാളികൾക്ക് പണിയില്ല, അതുകൊണ്ട് ഈ പറമ്പിൽ കിണർ കുത്തിക്കോട്ടെ ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ എനിക്ക് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു നനയ്ക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്ന രീതിയിൽ നല്ല കിണർ കുഴിക്കാൻ കഴിയുമെന്ന് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അവർ 5-6 പേര് കുറേ ദിവസങ്ങളെടുത്ത് നല്ല രീതിയിൽ കിണർ കുത്തി തന്നു. എന്തായാലും ഇപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പഞ്ചായത്തിൽ നിന്ന് തൊഴിലുറപ്പുകാരിങ്ങനെ ഒരു പദ്ധതി പറഞ്ഞപ്പോൾ നമുക്ക് ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല. സ്ത്രീകളാണ് കുത്തണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് താഴെ ഇറങ്ങി ഇത്രയും ആഴത്തിൽ അവർ ചെയ്യൂ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ തുടങ്ങി, അവർ നന്നായി തന്നെ ചെയ്തു, വെള്ളം കാണിച്ചു തന്നിട്ട് പോയി. ഇപ്പോഴും നമ്മൾ ആ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനൊരു കുറവൊന്നുമില്ല. നല്ല രീതിയിൽ അവർ വൃത്തിയായി ചെയ്തു തന്നു പോയി. കാഴ്ചപരിമിതരുടെ തൊഴിൽ താമസ കേന്ദ്രത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാൻ പഞ്ചായത്തിന് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. ഇതിനായി കടമ്പഴിപ്പുറം പഞ്ചായത്തിനെ 2000-ൽ സമീപിച്ചപ്പോൾ അതിനു വേണ്ട സൗകര്യങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമാക്കി. കൂടാതെ ഞങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീകൃഷ്ണൻ ബ്ലോക്കിനെ സമീപിക്കുകയും ബ്ലോക്കിൻ്റെ ഭാഗത്തുനിന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിത്തരികയും ചെയ്തിട്ടുണ്ട്. ആവശ്യമായ ബിൽഡിങ്ങുകൾ, കുടിവെള്ളം, കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി ലഭിക്കുന്നതിന് സോളാർ വൈദ്യുതി ലഭിക്കുന്നതിന് ആവശ്യമായി ചെയ്തു തന്നിട്ടുണ്ട്. 2 പുതിയ കെട്ടിടത്തിലായാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നത്. 30 പേരുടെ അഡ്മിഷനാണ് ഇവിടെയുള്ളത്. ശാരീരിക വ്യായാമങ്ങൾക്കും കായിക പരിശീലനത്തിനും ഏറെ പ്രാധാന്യം കൊടുക്കുകയാണ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായിട്ടാണ് വയോജന പാർക്കിനോട് ചേർന്ന് ഒരു ഓപ്പൺ ജിം നടപ്പിലാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ പെൻഷൻ്റെ എല്ലാ മീറ്റിങ്ങുകളും, എല്ലാ സർക്കാർ സർവീസിലുള്ള പെൻഷൻ മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മളെ ഈ വയോജന പാർക്കിലാണ് നടക്കുന്നത്. ഇത് ശരിക്കും ഇവിടുത്തെ ഒരു സാംസ്കാരികമായും ആരോഗ്യപരമായും ഇവിടുത്തെ വയോജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സംവിധാനം തന്നെയാണ്. പ്രദേശത്തുള്ള സാംസ്കാരിക പരിപാടികൾ ഇവിടെയാണ് നടത്തുന്നത്. മറ്റുള്ള പഞ്ചായത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ഈ ഓപ്പൺ ജിമ്മിന്റെ പ്രവർത്തനം. യോഗ വളരെ ഭംഗിയായിട്ട് എല്ലാ ദിവസങ്ങളിലും രാവിലെ ഇവിടെ ഒരു വിഭാഗം നടത്തുന്നുണ്ട്. അത് എന്നെപ്പോലെ ഒരു 100ഓളം പേർക്ക് ആരോഗ്യപരമായി എല്ലാം കൊണ്ടും ഇവിടെ സാമ്പത്തികമായി അവർക്ക് ഒരുപാട് ഗുണമാണ്. നന്നായി നടക്കുന്നുണ്ട്. സാമ്പത്തിക ചെലവുകളൊന്നും ഇല്ലാതെ ഇത്രയും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത
ഒരു ജിമ്മ് ഉപയോഗിക്കാൻ ഇവിടുത്തെ വയോജനങ്ങൾക്കും കുട്ടികൾ വരെ വരുന്നുണ്ട്, മറ്റ് പരിശീലനങ്ങൾക്ക് വരുന്നവർ വരുന്നുണ്ട്. പക്ഷേ കൂടുതലും വരുന്നത് വയോജനങ്ങളാണ്. അത് ഇവിടുത്തെ ആരോഗ്യപരമായ നല്ലൊരു സംസ്കാരം തന്നെ ഈ ജിമ്മ് കൊണ്ട് ഈ നാടിനുണ്ടാകും. ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനായി ബാലവിഹാർ ഉൾപ്പെടുന്ന നിരപ്പായ കളിസ്ഥലം ഒരുക്കി. ചുറ്റുമതിൽ ഗേറ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയത്. പഞ്ചായത്തിന്റെ ഹൃദയഭാഗമായ കടമ്പഴിപ്പുറത്താണ് ഈ വാതക ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി മലിനീകരണം തീരെയില്ലാത്ത പുതിയ രീതി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് സ്ഥാപിച്ചത്. വെറും ഒരു ശ്മശാന ഭൂമി എന്നതിൽ നിന്നും സൗന്ദര്യവൽകൃത ശ്മശാനമായി മാറിയിരിക്കുകയാണ് ഇവിടം. വരുമാനമില്ലാത്ത ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് ശുചിമുറി കൊടുക്കുന്നതിന്റെ ഭാഗമായി വഴിയോര വിശ്രമ കേന്ദ്രത്തോട് ചേർന്ന് ഒരു ശുചിമുറിയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വക ശ്രീകുംഭ ക്ഷേത്രത്തിലേക്ക് പണിതു തന്ന ടേക്ക് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ടോയ്ലറ്റിൻ്റെ സംവിധാനമാണ്. അതിൽ ആധുനിക സജ്ജീകരണത്തോടുകൂടി ആധുനിക സംവിധാനത്തോടു കൂടി എല്ലാവിധ കാര്യങ്ങളും അവർ നടത്തി തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടിയ കാരണം നമ്മുടെ ഈ നാട്ടിലുള്ള ക്ഷേത്രത്തിൽ വരുന്ന വ്യക്തികൾക്കും അതുപോലെ ഭക്തജനങ്ങൾക്ക്, അതുപോലെ സപ്താഹ മണ്ഡപത്തിൽ എന്തെങ്കിലും വിശേഷ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഞങ്ങൾക്കതൊരു മുതൽക്കൂട്ടായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയാണ് പച്ചത്തുരുത്ത്. ശ്മശാന സങ്കല്പത്തിൽ നിന്നും മാറി ഈ സ്ഥലം ഒരു മാതൃകാ ഉദ്യാനമായി മാറിയിരിക്കുകയാണ്. ഈ പച്ചത്തുരുത്തിന് മുൻഭാഗത്തായി റോഡ് സൈഡിൽ ഒരു വഴിയിടം ടേക്ക് എ ബ്രേക്ക് പണി പൂർത്തീകരിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതികൾ അത്യന്താപേക്ഷിതമാണെന്ന് ഭരണസമിതി ഓർമ്മിപ്പിക്കുകയാണ്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വാതക ശ്മശാനം 1 ഏക്കർ 17 സെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭരണസമിതി തീരുമാനത്തിൻ്റെ ഭാഗമായി 2022 പച്ചത്തുരുത്ത് എന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയും അതിൽ നക്ഷത്രവനം, തേൻകനി, ശലഭോദ്യാനം എന്നിങ്ങനെ ഔഷധ സസ്യങ്ങൾ എന്നിവ വെച്ചുപിടിപ്പിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. വരും തലമുറയ്ക്ക് കടമ്പഴിപ്പുറത്തിൻ്റെ ഹൃദയഭാഗമായ ഈ സ്ഥലം വരും തലമുറയ്ക്ക് വളരെ ഉപകാരപ്രദമായി പച്ചത്തുരുത്ത് മാറും എന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. കാർബൺ ന്യൂട്രലായ പഞ്ചായത്ത് എന്നതിലേക്ക് മാറുന്നതിനു വേണ്ടി പുലാപ്പച്ചയിലുള്ള മോക്ഷത്ത് ക്ഷേത്രത്തിലും ഒരു നക്ഷത്രവനം ഒരുക്കി. ഈ പച്ചത്തുരുത്തിന് ജില്ലയിൽ 3ാം സ്ഥാനവും ലഭിക്കുകയുണ്ടായി. ഒറ്റപ്പെട്ടു പോയവർക്കും വയോജനങ്ങൾക്കും പിണറായി സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം നടത്തുന്നുണ്ട്. ഇവരുടെ അത്യാവശ്യ ചെലവുകളും മരുന്നും കഴിഞ്ഞു പോകുന്നത് ഇങ്ങനെയാണ്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഒറ്റപ്പെട്ടു പോയവരും വയോജനങ്ങളും കൃത്യമായി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ്. ഭർത്താവ് മരിച്ചിട്ട് 4 കൊല്ലമായി. പിന്നെ പെൻഷൻ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ചിലവ് കഴിയുന്നത്. അത് കാത്തിരിക്കുകയാണ്. വേറെ ഒരു വഴിയില്ല, ഒരു മാർഗവുമില്ല. ഈ പെൻഷൻ കിട്ടും നല്ലൊരു ഉപകാരമായി. ഞങ്ങളത് എപ്പോഴാണ് കിട്ടുക നോക്കിയിരിക്കാം. ഞാനിപ്പോൾ 7 വർഷമായി കിടക്കാൻ തുടങ്ങിയിട്ട്. എനിക്കിപ്പോൾ അതല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗമില്ല. പഞ്ചായത്ത് ക്ഷേമ പെൻഷൻ കൊണ്ടാണ് കഴിയുന്നത്. അങ്ങനെ കിട്ടുന്നുണ്ട് മാസം. വേറെ ഒരു വരുമാനമില്ല. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ ചിലവിലാണ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ചെന്തിരിക്കാട് പ്രദേശത്ത് ഒട്ടനവധി വികസനങ്ങൾ നടത്തിയത്. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി പ്രദേശവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിനായി ഭവന നിർമ്മാണങ്ങൾ, കുടിവെള്ള പദ്ധതി, ഇടവഴികൾ ഗതാഗത യോഗ്യമാക്കൽ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഞങ്ങളുടെ 10ാം വാർഡാണ്. ഞങ്ങൾക്കൊരു റോഡ് കിട്ടി. വീടിന് ഇപ്പം എല്ലാവർക്കും പാസ്സാക്കിയിട്ടുണ്ട് മെമ്പർ. വെള്ളം ഓൾറെഡി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 കോടി രൂപ വെള്ളം അവിടെ കണക്ഷൻ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടാങ്ക് വീട് ഇപ്പം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പേപ്പർ ശരിയാക്കാൻ നടക്കുകയാണ്. ഓരോരുത്തർക്ക് ചെയ്തു. 2 വീട് ചെയ്തു. ഞങ്ങൾക്ക് വീട് ഇപ്പോൾ പട്ടയം ഒരുവിധം എല്ലാവർക്കും ആയിട്ടുണ്ട്. അതുകൊണ്ട് വീടിപ്പോൾ ചിലർ 28 വീടാൻ പറ്റുന്നുണ്ട്. 2 വീട് ശരിയായിട്ടുണ്ട്. വർഷം മുന്നേ നല്ലൊരു ദുരിതം പോലെയാണ് ജീവിച്ചായിരുന്നു. പിന്നീട് 5 വർഷത്തിന് ശേഷം പട്ടയം കുറേ പേർക്ക് ഉണ്ടായിരുന്നില്ല. പട്ടയം കിട്ടി. അതിനുശേഷം റോഡ്
റോഡൊക്കെ ഭയങ്കര ഇതായിരുന്നു, എന്താ പറയുക, വണ്ടികൾ പോലും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ റോഡ് റെഡിയാക്കി. അതിനുശേഷം വീടിപ്പോൾ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നുണ്ട്, 1 കോടി രൂപയുടെ. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഒറ്റപ്പെട്ട പ്രദേശമാണ് പാളമല. ഇവിടുത്തെ ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി കടമ്പഴിപ്പുറത്തെ ഭരണസമിതി ഇടപെട്ട് വളരെ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഇവർക്കുള്ള കുടിവെള്ളവും വിദ്യാഭ്യാസവും എത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഇവിടെ 9 കുടുംബങ്ങളുണ്ട്. അവർക്ക് 9 കുടുംബത്തിന് 1 ഏക്കർ സ്ഥലമുണ്ട്, അത് റബ്ബറുണ്ട്. അത് വെട്ടിട്ടാണ് ഉപജീവനം കഴിയുന്നത്. പിന്നെ മറ്റ് തൊഴിലുറപ്പ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ കുടിവെള്ള പ്രശ്നം, ടാങ്ക് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മാസത്തിൽ മെഡിക്കൽ ക്യാമ്പ് 1 മാസത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളും ട്യൂഷൻ നടക്കുന്നുണ്ട്. പ്രമേസാണ് ട്യൂഷന് പഠിപ്പിക്കുന്നത്. പട്ടികജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി മികച്ച ഭൗതിക അന്തരീക്ഷം നൽകി വീടുകളിൽ പഠനമുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ചേച്ചി +2 പഠിക്കുമ്പോഴാണ് പഠനമുറി പാസ്സായത്. ഇപ്പോൾ ചേച്ചി BSc നഴ്സിംഗ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലാണ്. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലാപ്ടോപ്പും ഗവൺമെൻറ് വക പഞ്ചായത്തിൻ്റെ വക കിട്ടി. പിന്നെ ഞാൻ +2 സ്റ്റുഡൻ്റ് ആണ്. +1 പഠിക്കുമ്പോഴാണ് എനിക്ക് K-ഫോണും കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് നെറ്റിന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 8th-ലും 9th-ലൊക്കെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ നല്ലപോലെ പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ ലാപ്ടോപ്പിലാണെങ്കിലും പെട്ടെന്ന് കുറച്ച് വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ അധികം സ്ട്രെയിൻ എടുക്കാതെ PYQ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അതിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. എൻ്റെ പേര് ബിനിഷ. ഞാൻ PG ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. എനിക്ക് ഒരു അനിയനുണ്ട്. അനിയൻ്റെ പേര് പ്രബീൻ. അവൻ +1-ലാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് പഠനമുറി കിട്ടിയത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായിരുന്നു പഠിക്കാൻ പറ്റുന്നുണ്ട്. പിണറായി സർക്കാരിൻ്റെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ 74ഓളം വരുന്ന അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യക്കിറ്റും മരുന്നും മറ്റുള്ള ആശുപത്രി സേവനങ്ങളും ഭരണസമിതി നൽകി വരുന്നുണ്ട്. വീട്ടിൽ എത്തുന്നതുകൊണ്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അതായത് മരുന്നും അതൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. ഈ പെൻഷൻ കിട്ടിക്കൊണ്ടാണ് കഴിയുന്നത്. ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ വീട് ഒരു ഓട്ടുപേരായിരുന്നു. അത് കാറ്റത്തും മഴയത്തും അത് വീണ് പോയി. ഇപ്പോൾ പഞ്ചായത്ത് ഞങ്ങൾക്കൊരു വീട് കിട്ടിയിട്ടുണ്ട്. പെൻഷൻ വകയായിട്ടാണ് എൻ്റെ ജീവിതം. സ്വന്തമായൊരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. 407 കുടുംബങ്ങൾക്കാണ് ലൈഫ് പദ്ധതിയിലും PMAY പദ്ധതിയിലുമായി ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായം ലഭിച്ചത്. ഷീറ്റൊക്കെ ഇട്ട് മേഞ്ഞ് ഇങ്ങനെ വീടൊക്കെ വെച്ചിട്ടിരുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ മഴയൊക്കെ വന്ന് നോക്കുമ്പോൾ ഒക്കെ പൊളിഞ്ഞു പോയി. ടാർപ്പായൊക്കെ ഇട്ട് മൂടി എല്ലാം വെച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ ലൈഫിൽ ഞങ്ങൾക്ക് വീട് പഞ്ചായത്തിൽ നിന്ന് പാസ്സായി കിട്ടി. പിന്നെ അതാ കുടിവെള്ള പൈപ്പ് അതും കിട്ടി. അപ്പോൾ ഇത്രയും ചെയ്തു തന്നതിന് പഞ്ചായത്തിൽ സർക്കാരുടെ അടുത്ത് നല്ലൊരു നന്ദി പറയും. ഞങ്ങൾക്ക് പഴയ ഓട്ട് വീടായിരുന്നു. മഴ പെയ്താൽ പൊട്ടി ചുവർന്നൊലിച്ച് വരുന്ന വീടായിരുന്നു. ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2021 ഞങ്ങൾക്ക് ലൈഫിൻ്റെ വീട് പാസ്സായി. ഞങ്ങൾക്ക് ആദ്യം വീടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വീടായത്. അതിലൊരുപാട് സന്തോഷിക്കുന്നു. ലൈഫ് പദ്ധതിയിലൂടെയാണ് ഞങ്ങൾക്ക് ഈ വീട് ലഭിച്ചത്. ഞങ്ങൾ ഇതിൻ്റെ ബാക്കിലൊരു ഷെഡിലായിരുന്നു കഴിഞ്ഞിരുന്നത്. കുട്ടികളെയും കൊണ്ട് മഴയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈഫിൽ നിന്ന് ഒരു വീട് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായി, സമാധാനമായി. പഴയ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളായിരുന്നു. മെമ്പർമാരെല്ലാവരും കൂടിയിട്ട് വീടൊക്കെ പൈസ പാസ്സാക്കിയിട്ട് വന്നു. കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ഗ്രാമസഭകളിലൂടെയും മറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളിലൂടെയും വളരെ വലിയ സാമൂഹ്യ വികസനമാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ലഭിക്കുന്നുണ്ട്. കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വിഭിന്നമായി 2 ജനകീയ ഭക്ഷണശാലകൾ ഈ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ അർഹരായ മുഴുവൻ പേർക്കും പെൻഷൻ നൽകിയും അതിദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സർവ്വതോന്മുഖമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും പഞ്ചായത്ത് കൂടുതൽ ജനകീയ പ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച പ്രതീക്ഷ വർദ്ധിച്ചു വരികയാണ്.
റോഡുകളുടെ ടാറിങ് അതുപോലുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ പെൻഷൻ വാങ്ങുന്നവരുണ്ട്, കർഷകർ, വിധവകൾ, അതുപോലെയുള്ളവരുടെ പെൻഷൻ കൃത്യസമയത്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ചെയ്യുന്നത് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രൊജക്റ്റുകൾ തയ്യാറാക്കുകയും അതിൽ തന്നെ നല്ലൊരു രീതിയിലുള്ള വികസന പ്രവർത്തനം നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശ്മശാന ഭൂമി ആളുകൾ കയറിച്ചെല്ലാൻ മടിച്ചിരുന്ന ഭയപ്പെട്ടിരുന്ന ആ സ്ഥലം നല്ല രീതിയിൽ 1 ഏക്കറോളം വരുന്ന സ്ഥലം നക്ഷത്ര വനങ്ങളും ഫ്രൂട്ട് ഫോറസ്റ്റും അതുമാതിരി ശലഭോദ്യാനവും മരുന്ന് ചെടികളും എല്ലാം വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ഏവർക്കും ഏത് സമയത്തേക്കും കയറി ചെല്ലാവുന്ന ഒരു അന്തരീക്ഷമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് മുന്നിലായി കടമ്പഴിപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്തായി ഒരു വഴിയിടം ടേക്ക് എ ബ്രേക്ക് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ ബാലവിഹാറും അതിനോടനുബന്ധിച്ചുള്ള ഒരു സ്റ്റേഡിയം കളിസ്ഥലവും നല്ല രീതിയിൽ തന്നെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ജലസ്രോതസ്സുകളായ കുളങ്ങൾ MGNRESും പഞ്ചായത്തും മറ്റ് ജില്ലാ പഞ്ചായത്തും കൂടി ചേർന്നുകൊണ്ട് 4-5ഓളം കുളങ്ങൾ വളരെ വൃത്തിയായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് എന്ന നിലയ്ക്ക് റോഡിൻ്റെ വികസനവും ഭാഗമായി ഏകദേശം 20 കോടിയോളം രൂപ ഈ 5 വർഷം കൊണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകൾ 400 ചില്ലറ വീടുകൾ ലൈഫിലും PMAയിലും കൂടി നിർമ്മിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളായിട്ടുണ്ട്, നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 5 വർഷ കാലയളവിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് 5 വർഷവും നമുക്ക് കിട്ടുന്ന ഫണ്ട് മുഴുവനായും ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാളമലയിൽ ഒരു 9 ST കുടുംബം ഉണ്ടായിരുന്നു. മലപ്രദേശമായതുകൊണ്ട് അവർ താഴത്തുനിന്ന് വെള്ളം കൊണ്ടുപോയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. 18 ലക്ഷം രൂപയോളം ചെലവഴിച്ച് അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പാലാരി പ്രദേശം, കിണ്ണംപറമ്പ് പ്രദേശത്തൊക്കെ വെള്ളം കിട്ടാതെ അവരെല്ലാവരും വീട്ടിലേക്ക് നമ്മൾ പൈപ്പ് എത്തിച്ചു കൊടുത്തു. എല്ലാ ഉൾനദികളിലും നമ്മൾ ലൈറ്റ് എത്തിക്കാനും നമ്മുടെ എല്ലാ വാർഡുകളിലും 100-ൽ കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇടാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഉയർന്ന മേഖലയിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ള പദ്ധതികൾ രൂപീകരിച്ച് അവിടുത്തെ പൊതുകിണറുകൾ ശുചീകരിച്ച് കുടിവെള്ള പദ്ധതികളിലൂടെ നമ്മൾ വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് ഏറ്റവും അഭിമുഖീകരിച്ച ഒന്നായിരുന്നു ഒരു 100-300 ആൾക്കാരെ വിളിച്ചുകൊണ്ട് നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു ഹാളില്ലാത്ത പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നമാണ്. നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെ 800ഓളം ആൾക്കാർക്ക് ഇരിക്കാനുള്ള നല്ലൊരു ഹാള് നമുക്ക് സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചായത്തിനകത്ത് ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ കുറച്ചാളെ നമ്മൾ വിളിച്ചു വരുത്തി മീറ്റിംഗ് നടത്തണമെങ്കിൽ അവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ഒരു മീറ്റിംഗ് ഹാൾ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന AC സംവിധാനങ്ങളൊക്കെയുള്ള പുതിയ ആധുനിക കാലത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള മീറ്റിംഗ് ഹാൾ സജ്ജീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഭരണസമിതിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ചേർന്ന് ഇടപെട്ടതുകൊണ്ടാണ് ഇവിടെ ഈ വികസനങ്ങളെല്ലാം നടപ്പിലാക്കിയത്. ഇതുകൂടാതെ ശ്രീ P. ശാസ്ത്രകുമാർ നയിക്കുന്ന ഭരണസമിതി കേരള സർക്കാരിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും കൂടാതെ MLA ഫണ്ടുകളും ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു വികസനം സാധ്യമാക്കിയിട്ടുള്ളത്.